Dear students, today we are going to discuss 7th Standard Social Science, Chapter 3, Resistance and the First War of Independence. This is part 1 of this chapter and I am Rega from your SNDSY UP School. ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പേജ് ഒന്ന് ചെക്ക് ചെയ്തേ. അതിലൊരു ബോക്സിൽ ഇങ്ങനെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തത് കാണിക്കും. ആരെക്കുറിച്ചാണ് അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വായിച്ചു നോക്കി. തംബ് ഓഫ് ദ നഗോഡാസ് എന്നാണ് അതിൻ്റെ ഹെഡിങ്. 5 മിനിറ്റ് നമ്മളുടെ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ എല്ലാവരും ഇത് വായിക്കുക. വായിച്ചതിന് ശേഷം പ്ലേ ചെയ്യുക. ഓക്കെ ആണല്ലോ? ഓക്കെ, എല്ലാവരും പോസ് ചെയ്തേ. ഓക്കെ, നിങ്ങളെല്ലാവരും വായിച്ചു എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ടീച്ചർ ചില ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ. ഹൂ വർ നഗോഡാസ്? ഇത് വായിച്ചു നോക്കിയപ്പോൾ നിങ്ങൾക്ക് നഗോഡാസ് എന്നുള്ള ഒരു വിഭാഗത്തിനെ പറ്റി ഇതിൽ ഈ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞതായിട്ട് മനസ്സിലായിട്ടുണ്ട്. എങ്ങനെയാണെങ്കിൽ ആരാണ് ഈ നഗോഡാസ്? യെസ്, നഗോഡാസ് വെർ ദ സെറി കൾച്ചറിസ്റ്റ് ഓഫ് ബംഗാൾ. ബംഗാളിലെ സെറി കൾച്ചറിസ്റ്റ് ആണ്. സെറി കൾച്ചറിസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? പട്ടുനൂൽ നെയ്യുന്ന ആൾക്കാരെയാണ് സെറി കൾച്ചറിസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. ബംഗാളിലെ പട്ടുനൂൽ നെയ്ത്തുകാരെയാണ് ഈ നഗോഡാസ് എന്ന് പറയുന്നത്. ഹൂ എക്സ്പ്ലോയിറ്റഡ് നഗോഡാസ്? ആരാണ് ഈ നഗോഡാസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തത്, ടോർച്ചർ ചെയ്തത്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. നമുക്കറിയാം ബംഗാളിൽ ഇപ്പോൾ അധികാരം നേടിയെടുത്ത ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഈ നഗോഡാസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തത്. ഹൗ ദ ലൈഫ് ഓഫ് നഗോഡാസ് ബിക്കം മിസറബിൾ? എങ്ങനെയാണ് ഈ നഗോഡാസിൻ്റെ ലൈഫ് മിസറബിൾ ആയത്, ദുരിതപൂർണമായി തീർന്നത്? എങ്ങനെയാണ്? they were compelled to do weaving for meager wages. ഈ ബ്രിട്ടീഷുകാർ ബംഗാൾ കീഴടക്കിയതിന് ശേഷം അവരെന്ത് ചെയ്തു? നഗോഡാസിലെ ലൈഫും അതേപോലെ പല ആൾക്കാരുടെയും ലൈഫ് അവരെ ടോർച്ചർ ചെയ്തു. അങ്ങനെ അവർ നഗോഡാസിനെ എങ്ങനെയാണ് അവർ ടോർച്ചർ ചെയ്തതെന്ന് വെച്ചാൽ വളരെ ചെറിയ ഒരു വേജസ് ആണ് ഈ നഗോഡാസ് നെയ്യുന്ന ആ പട്ട് തുണിത്തരങ്ങൾക്ക് കൊടുത്തത്. കൂടാതെ ഇവർ കൂടുതലും ഓവർ അവരെ കൊണ്ട് പണിയെടുപ്പിച്ചിരുന്നു. അതേപോലെ മറ്റ് ജോലി ഒന്നും നോക്കാൻ അവർക്ക് യാതൊരു അവകാശവും കൊടുത്തിരുന്നില്ല. അവർ സ്ലേവ്സിനെ പോലെയാണ് ഇവർ ട്രീറ്റ് ചെയ്തിരുന്നത്. ഏത് രീതിയിലാണെങ്കിലും നഗോഡാസിൻ്റെ ലൈഫ് വളരെ ദുരിതപൂർണമാക്കി തീർത്തു. ഇപ്പോൾ ഏതെങ്കിലും നഗോഡാസ് ഈ ബ്രിട്ടീഷുകാർ പറയുന്നത് കേൾക്കാതെ മറ്റു ജോലിക്കൊക്കെ പോവുകയാണെങ്കിൽ അവരെ ശരിക്കും ടോർച്ചർ ചെയ്യുകയും അവരുടെ പ്രോപ്പർട്ടിയൊക്കെ പിടിച്ചെടുക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ എല്ലാ രീതിയിലും ബ്രിട്ടീഷുകാർ ഈ നഗോഡാസിനെ വളരെയേറെ ദ്രോഹിച്ചുകൊണ്ടിരുന്നേച്ചു കേട്ടോ. അപ്പോൾ പാവപ്പെട്ട ഈ നഗോഡാസിനെ ബ്രിട്ടീഷുകാർ എതിർത്ത് നിൽക്കാൻ യാതൊരു മാർഗവും ഇല്ലാത്തതുകൊണ്ട് അവരൊരു കാര്യം തീരുമാനിച്ചു. നിർബന്ധിച്ചാണ് ഇവർ കൊണ്ട് പട്ടുനൂല് നെയ്യിക്കുന്നത്. അപ്പോൾ പട്ടുനൂല് നെയ്യാതെ മറ്റൊരു ജോലി എടുക്കാനും സമ്മതിക്കില്ല. അപ്പോൾ നഗോഡാസിനെ പ്രതിഷേധിക്കാൻ വേറെ ഒരു മാർഗവും ഇല്ലാതെ അപ്പോൾ അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ അവർ തീരുമാനിച്ചു തങ്ങളുടെ കൈയിൻ്റെ തള്ളവിരൽ മുറിച്ചു മാറ്റാമെന്ന്, തമ്പ് മുറിച്ചു മാറ്റാൻ അവർ തീരുമാനിച്ചു. തമ്പുണ്ടെങ്കിലല്ലേ അവർക്ക് നൂല് മര്യാദയ്ക്ക് നെയ്യാൻ പറ്റുള്ളൂ, ഈ തുണി നെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ബ്രിട്ടീഷുകാർ പറഞ്ഞ ജോലി ചെയ്ത് കൊടുക്കാതിരിക്കാൻ അവർക്ക് വേറൊരു മാർഗവുമില്ല. കൈ മുറിച്ചു മാറ്റി അവർ ഒത്തിരി പേര് ഒന്നിച്ചുകൂടി കൈ മുറിച്ചു മാറ്റി അവരവരുടെ പ്രതിഷേധം ബ്രിട്ടീഷുകാരോട് കാണിക്കുകയുണ്ടായി. അപ്പോൾ ഈ ഒരു കഥയിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ബ്രിട്ടീഷുകാർ ബംഗാളിലെ ഓരോ വിഭാഗത്തിലെ ആൾക്കാരെയും കൂടുതൽ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമുക്ക് നോക്കാം, ഈ നഗോഡാസിനെ മാത്രമാണോ ബ്രിട്ടീഷുകാർ ടോർച്ചർ ചെയ്തത്, അല്ലെങ്കിൽ ബാക്കി വേറെ ഏതെങ്കിലും സെക്ഷൻസിനെയും ബ്രിട്ടീഷുകാർ ടോർച്ചർ ചെയ്തിട്ടുണ്ടോ? ആ കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, ബ്രിട്ടീഷുകാർ നഗോഡാസിനെ മാത്രമല്ല ബംഗാളിലെ പല വിഭാഗത്തിനെയും ടോർച്ചർ ചെയ്തു. അപ്പോൾ നമുക്ക് നോക്കാം ആരൊക്കെയായിരുന്നു ആ വിക്ടിംസ് എന്ന്. ഫാമേഴ്സ്, വീവേഴ്സ്, ട്രൈബൽസ് ആൻഡ് ക്രാഫ്റ്റ്മെൻ. അപ്പോൾ ഹൂ ആർ എക്സ്പ്ലോയിറ്റഡ് അണ്ടർ ദ കമ്പനീസ് റൂൾ? ഫാമേഴ്സ്, വീവേഴ്സ്, ട്രൈബൽസ് ആൻഡ് ക്രാഫ്റ്റ്സ്മെൻ. ഓക്കെ, നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഏതൊക്കെ രീതിയിലാണ് ഈ ഫാമേഴ്സിനെയും വീവേഴ്സിനെയും ട്രൈബൽസിനെയും ക്രാഫ്റ്റ്സ്മെനെയൊക്കെ ഈ ബ്രിട്ടീഷുകാർ ടോർച്ചർ ചെയ്തതെന്നാണ് കേട്ടോ. ഓക്കെ, ഫാമേഴ്സിനോട് ഏത് രീതിയിലേക്കാണ് ബ്രിട്ടീഷുകാർ ദ്രോഹം കാണിച്ചതെന്ന് വെച്ചാൽ, ഫാമേഴ്സ് അവർക്ക് സ്വന്തമായിട്ട് ലാൻഡ് ഉണ്ടാകില്ല അല്ലേ. അവരെന്ത് ചെയ്യും? മറ്റൊരാളുടെ സ്ഥലത്തായിരിക്കും കൂടുതൽ ലാൻഡുള്ള ആരുടെയെങ്കിലും സെമീന്ദാറോ അങ്ങനെ ആരുടെയെങ്കിലും സ്ഥലത്തായിരിക്കും അവർ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്രിട്ടീഷുകാർ എന്ത് നിയമം കൊണ്ടുവന്നറിയോ? കൃഷി ചെയ്യണമെങ്കിൽ ഒരു വലിയ എമൗണ്ട് ടാക്സ് ആയിട്ട് ബ്രിട്ടീഷുകാർക്ക് കൊടുത്തിരിക്കണം. ഫാമേഴ്സ് ലെവിഡ് ഹെവി ടാക്സ് ഓൺ ഫാമേഴ്സ്. ഈ ഫാമേഴ്സിൻ്റെ മുകളിൽ വലിയ ടാക്സ് ചുമത്തി.
അതേപോലെ ഒരു ടാക്സ് കൺസെഷനും കൊടുത്തിരുന്നില്ല. ഇൻ കേസ് വല്ല വെള്ളപ്പൊക്കം വരികയോ വല്ല വരൾച്ച വരികയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റീസ് മൂലം ഈ അവരുടെ കൃഷിയൊക്കെ നശിഞ്ഞു പോയെന്ന് വിചാരിച്ചോ, എന്നാൽ പോലും ഫാമേഴ്സ് കൊടുക്കേണ്ട ടാക്സ് കൊടുത്തിരിക്കണം. ഒരു കൺസെഷനും നോ ടാക്സ് കൺസെഷൻസ് വർ സാങ്ഷൻഡ് ഈവൻ വെൻ ഡ്രൗട്ട് ആൻഡ് ഫ്ലഡ് ഡിസ്ട്രോയ് ദ അഗ്രികൾച്ചർ. ഈ അഗ്രികൾച്ചർ നശിഞ്ഞു പോവുകയാണെങ്കിൽ പോലും ഫാമേഴ്സിന് യാതൊരു കൺസെഷൻസും കൊടുത്തിരുന്നില്ല. പിന്നെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഫാമേഴ്സ് ഒരിക്കലും നേരിട്ട് കൊണ്ട് ടാക്സ് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ കൊടുക്കുകയല്ല ചെയ്യുന്നത്. പക്ഷേ ഈ ടാക്സ് വാങ്ങിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ മറ്റൊരാളെ ചുമതലപ്പെടുത്തിയിരുന്നു. ആരെയാണെന്ന് വെച്ചാൽ സെമീന്ദാർസിനെ. അവരൊരു മിഡിൽ മെന്നായിട്ട് ആക്ട് ചെയ്യുമായിരുന്നു. ഈ ഫാമേഴ്സിൻ്റെ ഇടയിൽ നിന്നും ടാക്സ് കളക്ട് ചെയ്ത് ബ്രിട്ടീഷുകാർ കൊണ്ട് കൊടുക്കുന്ന ആ ഒരു മിഡിൽ മെന്നായിട്ടാണ് ഇവർ ആക്ട് ചെയ്തിരുന്നത്. സെമീന്ദാർസിനായിരുന്നു ആ ഡ്യൂട്ടി കൊടുത്തിരുന്നത്. അവരവരുടെ ഡ്യൂട്ടി വളരെ ഭംഗിയായിട്ട് ചെയ്തു. എന്തിനാ? ബ്രിട്ടീഷുകാരുടെ സ്നേഹമൊക്കെ കിട്ടാൻ വേണ്ടി. അപ്പോൾ അവർ കൃത്യമായിട്ട് കുത്തിപ്പിഴിഞ്ഞ് നമ്മുടെ ഫാമേഴ്സിനോട് ടാക്സ് വാങ്ങിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് കൊടുക്കും. ബ്രിട്ടീഷുകാർ ഇവരോട് അപ്പോൾ അത് കണ്ടു തങ്ങളോട് എത്രയോ ഫെയ്ത്ത്ഫുള്ളായിട്ട് നിൽക്കുന്ന സെമീന്ദാർസ് അവർക്ക് ഇച്ചിരി കൂടുതൽ എന്തെങ്കിലും ഗിഫ്റ്റുകളും പിന്നെ കുറച്ച് പൊസിഷൻസും ഒക്കെ കൊടുത്ത് സെമീന്ദാർസിനെ ബ്രിട്ടീഷുകാർ സുഖിപ്പിച്ച് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അടുത്ത കാര്യം പിന്നെ എങ്ങനെയാണ് ഫാമേഴ്സിനെ ദ്രോഹിച്ചതെന്ന് നോക്കാം. ഈ ടാക്സ് കൊടുക്കുന്നതിന് ക്യാഷ് ഇപ്പോൾ ഇൻ കേസ് വല്ല വെള്ളപ്പൊക്കമൊക്കെ വന്ന് കൃഷിയൊക്കെ നശിഞ്ഞു എന്ന് കൊടുത്തു. ഈ കൃഷി ചെയ്ത അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് കൊണ്ട് മാർക്കറ്റിൽ വിറ്റ് അതിൽ നിന്ന് കാശുണ്ടാക്കി ആ കാശ് വേണമല്ലോ ഈ ഫാമേഴ്സിന് സെമീന്ദാറിൻ്റെ കയ്യിൽ കൊടുക്കാൻ ടാക്സ് ആയിട്ട്. പക്ഷേ ഇൻ കേസ് അവർക്ക് അതൊന്നും നടന്നില്ല. കൃഷി ചെയ്തപ്പോൾ വെള്ളപ്പൊക്കമോ എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റിയൊക്കെ വന്നപ്പോൾ കൃഷിയൊക്കെ നശിഞ്ഞ് അവർക്ക് അധികം ക്രോപ്സ് ഒന്നും കിട്ടിയില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? ടാക്സ് എന്തായാലും കൊടുക്കണമല്ലോ. ഇന്ന് കുറച്ച് ഫുഡ് ക്രോപ്സ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്ത ഫുഡ് ക്രോപ്സ് കൊണ്ട് സെമീന്ദാർക്ക് ടാക്സ് ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അതിന് സമ്മതിക്കില്ല. ടാക്സ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ക്യാഷ് ആയിട്ട് തന്നെ. ഇമ്പോസ് എ കണ്ടീഷൻ ദാറ്റ് ടാക്സ് വാസ് ടു ബി പെയ്ഡ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ്. ക്യാഷിൻ്റെ രൂപത്തിൽ തന്നെയാണ് ടാക്സ് കൊടുക്കേണ്ടത്, അല്ലാതെ ക്രോപ്സ് ആയിട്ടൊന്നും കൊടുക്കാൻ പാടില്ല എന്ന് നിർബന്ധം പിടിച്ചു. പാവപ്പെട്ട ഈ കർഷകർക്ക് കാശ് കൊടുക്കാനില്ലാണ്ടായപ്പോൾ അവരെന്ത് ചെയ്തെന്നറിയോ? അവർ പലിശക്ക് വാങ്ങിക്കാൻ തുടങ്ങി. പലിശ കൊടുത്തിരിക്കുന്ന ആൾക്കാരെ ബംഗാളിലെ സാഹൂസ് എന്നാണ് പറഞ്ഞിരുന്നത്. ഫാമേഴ്സ് സാഹൂസിനോട് പ്രൈവറ്റ് മണി ലെൻഡേഴ്സാണ്, അവരിൽ നിന്ന് വലിയ ഇൻട്രസ്റ്റിന് പലിശക്ക് കാശ് കടം വാങ്ങിച്ചു ആ കാശ് ടാക്സ് ആയിട്ട് അടക്കാൻ തുടങ്ങി. ഇങ്ങനെ വന്നപ്പോൾ പാവപ്പെട്ട ഫാമേഴ്സിൻ്റെ അവസ്ഥ എന്തൊരു കഷ്ടമായി തീർന്നു കാണുമല്ലേ? അവരുടെ ആകെ ലൈഫ് ദുരിതപൂർണമായി കാണും അല്ലേ? ഓക്കെ, ഈ രീതിയിൽ മാത്രമല്ല ബ്രിട്ടീഷുകാർ ബംഗാളിലെ കർഷകരെ ടോർച്ചർ ചെയ്തത്, മറ്റ് പല രീതിയിലും ടോർച്ചർ ചെയ്തു. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നമ്മൾ ഓൾറെഡി ഈ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ മനസ്സിലാക്കിയായിരുന്നു ബംഗാളിലെ ലാൻഡ് വളരെ ഫെർട്ടൈൽ ആണെന്നല്ലേ. അതുകൊണ്ടാണല്ലോ ബ്രിട്ടീഷുകാർ അങ്ങോട്ട് പോകാൻ അട്രാക്റ്റഡ് ആയത്, ബംഗാളിനെ കീഴടക്കണം എന്ന് അവർ ആഗ്രഹിച്ചത്. അപ്പോൾ അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ബംഗാളിലെ ആ ഫെർട്ടൈൽ ലാൻഡിൽ ഇതുവരെ ഫുഡ് ക്രോപ്സ് ആയിരുന്നു കൾട്ടിവേറ്റ് ചെയ്തിരുന്നത്. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? അവിടുത്തെ ഫാമേഴ്സിനെ കമ്പൽ ചെയ്തു. എന്തിന് കമ്പൽ ചെയ്തു? ഇനി മുതൽ അവിടെ ഫുഡ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യരുത്. ആ പ്ലേസിലെല്ലാം ആ ഫീൽഡിലെല്ലാം എന്ത് കൾട്ടിവേറ്റ് ചെയ്യണം, കൃഷി ചെയ്യണം? കോട്ടൺ, ജൂട്ട്, ഇൻഡിഗോ എന്നീ കൊമേഴ്ഷ്യൽ ക്രോപ്സ്. കോട്ടൺ എന്ന് വെച്ചാൽ പരുത്തി, ജൂട്ട് എന്ന് വെച്ചാൽ ചണം, ഇൻഡിഗോ എന്ന് വെച്ചാൽ നീലം. ഈ പെയിൻറ്റിനും തുണിക്കും ഒക്കെ നിറം കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതിന് ഇൻഡിഗോ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃഷി ചെയ്യാൻ അവർ ഈ ഫാമേഴ്സിനെ ഫോഴ്സ് ചെയ്തു. എന്തിനായിരിക്കും ഇവർ ഈ പറഞ്ഞ കോട്ടണും ജൂട്ടും ഇൻഡിഗോ ഒക്കെ കൃഷി ചെയ്യാൻ ഫാമേഴ്സിനെ നിർബന്ധിച്ചത്? കാരണം എന്തായിരുന്നു അറിയോ? ഇതെല്ലാം റോ മെറ്റീരിയൽസ് ആയിരുന്നു. എവിടത്തേക്കുള്ള റോ മെറ്റീരിയൽസ്? ഇംഗ്ലണ്ടിലെ ഇൻഡസ്ട്രീസിൽ വേണ്ട റോ മെറ്റീരിയൽസ് ആയിരുന്നു. റോ മെറ്റീരിയൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനൊരു നാരങ്ങ അച്ചാർ ഉണ്ടാക്കുകയെന്ന് വിചാരിച്ചു. നാരങ്ങ അച്ചാർ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു ഫാക്ടറി ഞാൻ സ്വന്തമായിട്ട് ഇടുകയെന്ന് വെച്ചു. അപ്പോൾ നാരങ്ങ അച്ചാർ ഉണ്ടാക്കണമെങ്കിൽ വേണ്ട റോ മെറ്റീരിയൽ എന്താണ്? അസംസ്കൃത വസ്തു എന്ന് മലയാളത്തിൽ പറയും. ബേസിക് പ്രോഡക്റ്റാണ് റോ മെറ്റീരിയൽ എന്ന് വെച്ചാൽ നാരങ്ങയാണ് അല്ലേ. അപ്പോൾ നാരങ്ങ ഉണ്ടെങ്കിലല്ലേ നാരങ്ങ അച്ചാർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതേപോലെ ബ്രിട്ടീഷുകാരുടെ ഇംഗ്ലണ്ടിലുള്ള ഓരോ ഇൻഡസ്ട്രീസിലും അവരുടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് എന്ന് വെച്ചാൽ വസ്ത്രം ഉണ്ടാക്കുന്ന ആ ഇൻഡസ്ട്രീസിൽ വസ്ത്രം ഉണ്ടാക്കാൻ വേണ്ട റോ മെറ്റീരിയലായ കോട്ടണും ജൂട്ടും ഇൻഡിഗോവും എല്ലാം ഈ ബ്രിട്ടീഷുകാർ നമ്മളുടെ ബംഗാളിലെ ഫെർട്ടൈൽ ലാൻഡിലാണ് കൃഷി ചെയ്യിപ്പിച്ചത്. എന്നിട്ട് അത് അവരിവിടെ എന്ത് ചെയ്യും? അത് അവരിവിടെ നിന്ന് കയറ്റി ഇംഗ്ലണ്ടിൽ കൊണ്ടുപോകും. അപ്പം അങ്ങനെ ചെയ്തു. അങ്ങനെ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു?
ഫുഡ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യാൻ സ്ഥലമില്ലാതെ ഈ ഫാമേഴ്സിന് കൃഷി ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം നശിഞ്ഞു. ഫാമേഴ്സ് വെറുതെ ഒരു ഈ ബ്രിട്ടീഷുകാരുടെ പ്ലാന്റേഷനിൽ വെറും പണിക്കാർ മാത്രമായിട്ട് മാറി. The field that were used only for the cultivation of food crops changed into the plantation of cotton, jute and indigo. പണ്ട് ഫുഡ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്ന ആ ഓരോ ഫീൽഡ്സും ഇപ്പോൾ എന്തായി, പ്ലാന്റേഷൻസ് ആയി മാറി. കോട്ടണും ജൂട്ട് ഇൻഡിഗോ ഒക്കെ കൃഷി ചെയ്യുന്ന കമ്പനിയുടെ പ്ലാന്റേഷൻസ് ആയിട്ട് മാറി. അവരുടെ ഒരു കീഴിലുള്ള കൃഷി ചെയ്യുന്ന സ്ഥലമായിട്ട് മാറി അല്ലേ. അതിൻ്റെ റിസൾട്ട് എന്തായി? ആസ് എ റിസൾട്ട് ഓഫ് ദാറ്റ് വാട്ട് ഹാപ്പൻഡ്? The farmers became landless and were forced to become laborers. ഫാമേഴ്സിന് അവരുടെ ലാൻഡൊക്കെ നഷ്ടപ്പെടുകയും അവരൊരു കൃഷിക്കാരല്ലാതെ വെറും പണിക്കാർ മാത്രമേ, കൂലിക്കാർ മാത്രമായി തീർന്നു കേട്ടോ. ഓക്കെ, ഫാമേഴ്സിനെ എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ടോർച്ചർ ചെയ്തതെന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ട്രൈബൽസിനെ ഈ ബ്രിട്ടീഷുകാർ എക്സ്പ്ലോയിറ്റ് ചെയ്തതെന്ന്. ഓക്കെ, ദ ഹാബിറ്റാറ്റ് ഓഫ് ട്രൈബൽസ് വെർ ഇൻ ഫോറസ്റ്റ്. നമുക്കറിയാം ഈ ട്രൈബൽസ് എന്ന് വെച്ചാൽ ആദിവാസികൾ, കാട്ടിലൊക്കെ വസിക്കുന്നവർ. അവരെവിടെയാണ് താമസിക്കുന്നത്? ഫോറസ്റ്റിലാണ് അല്ലേ. അപ്പോൾ അവരുടെ ഫോറസ്റ്റ് എങ്ങനെയുള്ളതായിരിക്കും? മിനറൽസാൽ റിച്ച് ആയിരിക്കും. അവിടെ ധാരാളം നാച്ചുറൽ റിസോഴ്സസ് ഉണ്ടായിരിക്കും. വുഡാണെങ്കിലും അല്ലാതെയുള്ള മിനറൽസ് ആണെങ്കിലും എല്ലാം, മിനറൽസും ധാതുക്കൾ അങ്ങനെയെല്ലാം സമ്പന്നമായിരിക്കും ഈ ഫോറസ്റ്റ്. അപ്പോൾ ബ്രിട്ടീഷുകാർ ഈ ട്രൈബൽസിനെ എക്സ്പ്ലോർട്ട് ചെയ്യാൻ വേണ്ടി പല മാർഗങ്ങൾ കൊണ്ടുവന്നു. അതിൽ കൊണ്ടുവന്നൊരു മാർഗമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഓൾറെഡി ബംഗാളിൽ കച്ചവടത്തിനുള്ള അധികാരം അവർ നേടി. അതിനുശേഷം അവരെന്ത് ചെയ്തു? അവർ അവിടെ ഭരണം വരെ നേടി. ബാറ്റിൽ ഓഫ് പ്ലാസെ, ബാറ്റിൽ ഓഫ് ബുക്സർ എന്നീ 2 യുദ്ധങ്ങളിലൂടെ ബംഗാളിലെ എല്ലാ ഭാഗങ്ങളും ബ്രിട്ടീഷുകാർ കീഴടക്കി. അങ്ങനെ അവിടുത്തെ ഭരണാധികാരികളായി ബ്രിട്ടീഷുകാർ മാറി. ഭരണം കൈകളിൽ വന്നപ്പോൾ, അഡ്മിനിസ്ട്രേഷൻ കയ്യിൽ വന്നപ്പോൾ അവർക്ക് അവിടെ നിയമങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളൊരു അധികാരം കിട്ടിയല്ലേ. അതിൻ്റെ ഭാഗമായിട്ട് അവരെന്ത് ചെയ്ത് കുറേ നിയമങ്ങൾ കൊണ്ടുവന്നു. ഈ നിയമങ്ങളിൽ ചിലത് ഈ ട്രൈബൽസിന് ദോഷകരമായിട്ടുള്ള നിയമങ്ങളായിരുന്നു. The British made several laws to exploit the forest resources. ഈ ഫോറസ്റ്റിൽ നിന്നുള്ള റിസോഴ്സസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി അവർ കുറേ നിയമങ്ങൾ കൊണ്ടുവന്നു. ആ നിയമങ്ങളിലൂടെ ബ്രിട്ടീഷുകാർക്ക് അബ്സല്യൂട്ട് കൺട്രോൾ കിട്ടി ഈ ഫോറസ്റ്റിൽ. എന്ന് വെച്ചാൽ ആ കാടുകളിൽ ഫുൾ അധികാരം ബ്രിട്ടീഷുകാർക്ക് തന്നെ. അതുവരെ അവിടെ ട്രൈബൽസ് യാതൊരു ആദ്യം ഒരു റെസ്ട്രിക്ഷനൊന്നും ഇല്ലാതെ ഫ്രീഡത്തോടുകൂടി കൃഷി ചെയ്യുകയും അവിടെ നിന്നുള്ള റിസോഴ്സസ് ശേഖരിച്ച് വിൽക്കുകയും അങ്ങനെയൊക്കെ അവർ ജീവിച്ചിരുന്ന ട്രൈബൽസാണ്. പക്ഷേ ഈ പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നപ്പോൾ ട്രൈബൽസിന് എന്ത് ചെയ്തു? അവർക്ക് ഈ കാടുകളിൽ നിന്നുള്ള ഒരു റിസോഴ്സസും എടുത്തുകൊണ്ട് എടുത്ത് കളക്ട് ചെയ്ത് വിൽക്കാനോ ഒന്നും ചെയ്യാൻ പറ്റാതെയായി. The British constructed roads and railways to the mineral rich habitats of tribals. കൂടാതെ ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി ഈ ട്രൈബൽസ് താമസിക്കുന്ന അവരുടെ എൻവയോൺമെൻറ്റിൽ നിറയെ ധാതുക്കളുണ്ട്. എന്ന് വെച്ചാൽ നാച്ചുറൽ റിസോഴ്സസ് ആയ വുഡ്, പിന്നെ കുറേ മിനറൽസ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ ഇവരുടെ ഹാബിറ്റാറ്റിലുണ്ടെന്നൊക്കെ മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഇതെല്ലാം എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി ഇവർ കാടിൻ്റെ ഉള്ളിലേക്ക് റോഡും റെയിൽവേയൊക്കെ കൺസ്ട്രക്ട് ചെയ്തു. അപ്പോൾ പറയുമ്പോൾ വികസനം എന്ന് പറയും, പക്ഷേ ആക്ച്വലി അതല്ലായിരുന്നു ഇൻറ്റൻഷൻ. ഇതൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. ഇങ്ങനെയൊക്കെ പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നപ്പോൾ എന്ത് സംഭവിച്ചു എന്നറിയോ? ട്രൈബൽസിന് എങ്ങനെയാണ് ദോഷകരമായി തീർന്നതെന്ന് വെച്ചാൽ, ദിസ് ഡിസ്റ്റർബ് ദ ട്രൈബൽസ് ഫ്രീഡം ടു കളക്ട് ദ ഫോറസ്റ്റ് പ്രൊഡക്ട്സ് കളക്ട് ചെയ്യാനുള്ള ട്രൈബൽസിൻ്റെ ഫ്രീഡം നഷ്ടപ്പെട്ടു. കൂടാതെ ട്രൈബൽസിൻ്റെ ട്രഡീഷണൽ ഫാമിംഗ് ഇത് അഡ്വേഴ്സ്ലി അഫക്റ്റ് ചെയ്തു, ദോഷകരമായിട്ട് ഇത് ബാധിച്ചു. കൂടാതെ ട്രൈബൽസിൻ്റെ മിസറീസ്, കഷ്ടപ്പാടുകൾ കൂടുകയും ചെയ്തു. മനസ്സിലായല്ലോ? ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പിക്ചർ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചേ. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ ഫസ്റ്റ് റെയിൽവേ ലൈൻ ഉണ്ടായത് എവിടെ നിന്നായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എവിടെ നിന്നാണ്? മുംബൈ ടു താനെ. മുംബൈയിൽ നിന്ന് മഹാരാഷ്ട്രയിൽ തന്നെ താനെയിലേക്കായിരുന്നു ഫസ്റ്റ് ഇന്ത്യൻ റെയിൽവേ ലൈൻ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, 12 carriage train വാസ് ഇത് ഒരു മിനിറ്റ് പറഞ്ഞുതരാം. The train had 14 coaches that carried 400 passengers. On March 1861, the first train in Kerala ran from Tirur to Baipur.
അപ്പോൾ ഈ ഇന്ത്യയിലെ ഫസ്റ്റ് ട്രെയിൻ എവിടെ നിന്നായിരുന്നു? മുംബൈയിൽ നിന്ന് താനെയിലോട്ടായിരുന്നു. 14 കോച്ചസ് ഉണ്ടായിരുന്നു. 400 പാസഞ്ചേഴ്സിനെ കൂടിയാണ് ഇത് ട്രാവൽ ചെയ്തത്. അതേപോലെ കേരളത്തിലെ ഫസ്റ്റ് ട്രെയിൻ ലോഞ്ച് ചെയ്തത് 1861 തിരൂരിൽ നിന്ന് ബേപ്പൂരിലേക്ക്. ഓക്കെ, ഇതാണ് മുംബൈയിൽ നിന്ന് താനെയിലേക്ക്. അതേപോലെ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളതാണ്. ഹൂ ഈസ് വൺ ഓഫ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ റെയിൽവേ? നമ്മുടെ ലോ ഡൽഹൌസിനെ നിങ്ങൾക്ക് പരിചയമില്ലേ? ലോ ഡൽഹൌസിനെ നിങ്ങൾക്ക് എങ്ങനെയാണ് പരിചയം? ഡോക്ടർ ഓഫ് ലാബ്സ് കൊണ്ടുവന്ന ആളല്ലേ. അദ്ദേഹം തന്നെയാണ് ഇന്ത്യയിൽ റെയിൽവേ ലൈൻ ആദ്യമായിട്ട് സ്ഥാപിക്കാൻ ഇനീഷ്യേറ്റീവ് എടുത്തത് കേട്ടോ. ഓക്കെ, ഇനി എങ്ങനെയാണ് വീവേഴ്സിനെ ബ്രിട്ടീഷുകാർ എക്സ്പ്ലോയിറ്റ് ചെയ്തതെന്നാണ് പറയാൻ പോകുന്നത്. The large scale export of cotton, the raw material of handloom industry to Britain. The large scale import of cheaper textile manufactured in the British factories. Excessive tax were levied on clothes made in India. ഇങ്ങനെയാണ് ഇതെന്താണ് ഞാൻ ടീച്ചർ പറഞ്ഞുതരാം. വീവേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? തുണി നെയ്യുന്ന ആൾക്കാർ അല്ലേ. ഇവരെങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ടോർച്ചർ ചെയ്തത്, എങ്ങനെയാണ് ഇവരെ ഈ എക്സ്പ്ലോയിറ്റ് ചെയ്തത്, അവരെ ചൂഷണം ചെയ്തതെന്നാണ് പറയുന്നത്. വീവേഴ്സ് ഇന്ത്യക്കാരായ വീവേഴ്സ് തുണിയൊക്കെ നെയ്ത് അത് വെച്ചിട്ട് ഓരോ ഡ്രസ്സുകൾ ഉണ്ടാക്കി, സാരിയോ അല്ലെങ്കിൽ മറ്റ് ഡ്രസ്സുകളൊക്കെ ഉണ്ടാക്കി ഇന്ത്യയിൽ വിൽക്കും അല്ലേ. അപ്പോൾ ആ വിൽക്കുന്ന കാശ് കൊണ്ടാണ് അവർ ജീവിച്ചിരുന്നത്. ബ്രിട്ടീഷുകാർ ഈ വീവേഴ്സിനെ ഈ ഹാൻഡ്ലൂം ഇൻഡസ്ട്രി കൈ വെച്ചിട്ട് അല്ലെങ്കിൽ കൈത്തറിയായിട്ടാണ് അവരിത് ചെയ്തിരുന്നത്. ചില വലിയ മെഷീൻസ് ഒന്നും ഇന്ത്യക്കാർക്ക് ഉണ്ടായിരുന്നില്ല ഇങ്ങനെ വീവിങ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇവിടെ ഈ ഹാൻഡ്ലൂം ഇൻഡസ്ട്രി തകർക്കാൻ വേണ്ടി അവർ കുറേ മാർഗ്ഗങ്ങൾ കൊണ്ടുവന്നു. അതിലൊരു കുറച്ച് മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. നമ്മൾ കഴിഞ്ഞ ഫാമേഴ്സിനെ പറ്റി പറഞ്ഞപ്പോൾ ഫാമേഴ്സിനെ എങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്തു എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു. ബംഗാളിലെ ഫാമേഴ്സിനോട് ബ്രിട്ടീഷുകാർ കമ്പൽ ചെയ്തു എന്തിന്? കൊമേഴ്ഷ്യൽ ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി. കോട്ടനും ജൂട്ടും ഇൻഡിഗോ ഒക്കെ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി അവർ നിർബന്ധിച്ചു എന്ന് പറഞ്ഞില്ലേ. എന്തിനു വേണ്ടിയാണ് ഇവർ കോട്ടനും ജൂട്ടും ഇൻഡിഗോവും കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്? ഇതൊക്കെ ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി, കടത്തി കൊണ്ടുപോകാൻ വേണ്ടി. എങ്ങോട്ടേക്ക്? ഇംഗ്ലണ്ടിലെ വലിയ വലിയ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിൽ റോ മെറ്റീരിയൽസ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി നമ്മുടെ ഇന്ത്യയിലെ ബംഗാളിൽ മാത്രമല്ല മറ്റ് പലയിടങ്ങളിലും ഇവർ ഈ പറഞ്ഞ കൊമേഴ്ഷ്യൽ ക്രോപ്സ് കൃഷി ചെയ്യിപ്പിച്ചു. അങ്ങനെ ഇവരിവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയ കോട്ടനും ജൂട്ടും ഇൻഡിഗോയും ഒക്കെ അവർ എങ്ങോട്ടാണ് കൊണ്ടുപോയെന്നറിയാവോ? ബ്രിട്ടനില്ല അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലല്ല മറ്റു സ്ഥലങ്ങളിലെ ഇൻഡസ്ട്രീസിൽ, ഓരോ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിൽ റോ മെറ്റീരിയൽസ് ആയിട്ട് അവിടെ ഡ്രസ്സൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയുള്ള അസംസ്കൃത വസ്തുവായിട്ട് റോ മെറ്റീരിയലായിട്ട് ഈ കോട്ടനൊക്കെ ജൂട്ടും ഇൻഡിഗോ ഒക്കെ അവർ യൂസ് ചെയ്തു. അത് മാത്രമല്ല ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോകുമ്പോൾ നമുക്കിവിടെ കോട്ടനും ജൂട്ടും ഒന്നും ഇല്ലാണ്ടായി. നമുക്ക് വേണ്ട വീവിങ് ചെയ്യാൻ പറ്റിയ വേണ്ട സാധനങ്ങളൊന്നും ഇവിടെ ഇല്ലാണ്ടായി പോയി. നമുക്കിവിടെ നമ്മുടെ വീവേഴ്സിന് വീവ് ചെയ്യാൻ വേണ്ടിയുള്ള അവശ്യ റോ മെറ്റീരിയൽസ് കിട്ടാണ്ടോ ഇവരെല്ലാം കടത്തിക്കൊണ്ടുപോകണേണ് ധാരാളമായിട്ടും. കൊണ്ടുപോയിട്ട് അവരെന്ത് ചെയ്യും? അവിടെ ഡ്രസ്സൊക്കെ മാനുഫാക്ചർ ചെയ്യും. അതിനുശേഷം അവർ ഇവിടെ കൊണ്ടുവന്ന് അത് ഇമ്പോർട്ട് ചെയ്യും. ഇവിടെ ഇന്ത്യയിലോട്ട് അവരത് ഇറക്കുമതി ചെയ്തു വളരെ കുറഞ്ഞ വിലയ്ക്ക്. അവർക്ക് മെഷീനിലൊക്കെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ വില കുറവിൽ ഇവിടെ വിൽക്കാമല്ലോ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇന്ത്യക്കാർ ഉണ്ടാക്കുന്ന ഡ്രസ്സിനെക്കാട്ടും വളരെ ചീപ്പ്, വില കുറവായിട്ട് അവർ ഇമ്പോർട്ട് ചെയ്ത ഡ്രസ്സ് വിൽക്കും. അപ്പോൾ ആരെങ്കിലും അത് വാങ്ങിക്കും. നമ്മുടെ ഇന്ത്യക്കാർ ഉണ്ടാക്കുന്ന ഡ്രസ്സ് വാങ്ങിക്കും. അതിലും വില കുറവല്ല, കുറച്ചും കൂടി ഫോറിൻ ഗുഡ്സ് വാങ്ങിക്കാനല്ലേ ഇന്ത്യക്കാർക്ക് ഒരു പ്രവണതയുള്ളത്. അങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മുടെ പാവപ്പെട്ട വീവേഴ്സ് ഉണ്ടാക്കുന്ന ഹാൻഡ്ലൂം ഇൻഡസ്ട്രി മുഴുവനും തകർന്നു പോയി. കൂടാതെ നമ്മൾ ഇന്ത്യക്കാർ ഉണ്ടാക്കുന്ന ക്ലോത്ത്സ് ഇന്ത്യയിൽ തന്നെ വിൽക്കണമെങ്കിൽ കുറേ ടാക്സ് ബ്രിട്ടീഷുകാർക്ക് കൊടുക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ എല്ലാ രീതിയിലും ബ്രിട്ടീഷുകാർ നമ്മുടെ വീവേഴ്സിനെ ടോർച്ചർ ചെയ്തു. നമുക്കിതൊന്ന് വായിക്കാം. ലാർജ് സ്കെയിൽ എക്സ്പോർട്ട് ഓഫ് കോട്ടൺ, ദ റോ മെറ്റീരിയൽസ് ഓഫ് ഹാൻഡ്ലൂം ഇൻഡസ്ട്രി ടു ബ്രിട്ടൻ. ഇവിടെ നിന്ന് കോട്ടണും മറ്റ് റോ മെറ്റീരിയൽസും ഒക്കെ അവർ എക്സ്പോർട്ട് ചെയ്തു അല്ലേ ബ്രിട്ടനിലോട്ട്. കൂടാതെ ലാർജ് സ്കെയിൽ ഇമ്പോർട്ട് ഓഫ് ചീപ്പർ ടെക്സ്റ്റൈൽ മാനുഫാക്ചർഡ് ഇൻ ദ ബ്രിട്ടീഷ് ഫാക്ടറീസിൽ ഉണ്ടാക്കിയ ചീപ്പർ ടെക്സ്റ്റൈൽസ്, വളരെ വില കുറഞ്ഞ ഡ്രസ് മെറ്റീരിയൽസ് ഒക്കെ അവർ കൊണ്ടുവന്ന് ഇന്ത്യയിലോട്ട് ഇമ്പോർട്ട് ചെയ്ത് ഇറക്കുമതി ചെയ്തു. അപ്പോൾ അതല്ലേ സാധാരണക്കാർ വാങ്ങിക്കോളൂ. പിന്നെ എന്ത് ചെയ്തു? എക്സസീവ് ടാക്സസ് വർ ലെവിഡ് ഇൻ ക്ലോത്ത്സ് മെയ്ഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഉണ്ടാക്കിയ ക്ലോത്ത്സിന് വിൽക്കണമെങ്കിൽ കുറേ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ടാക്സും കൂടി ആഡ് ചെയ്തിട്ട് അപ്പോൾ ഒരു ഡ്രസ്സിന് 200 രൂപയാണ് വിലയെങ്കിൽ നമ്മൾ ആ ഡ്രസ്സ് വിൽക്കണമെങ്കിൽ നമ്മൾ 50 രൂപ ബ്രിട്ടീഷുകാർക്ക് കൊടുക്കണം.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എന്തെങ്കിലും ഒരു ലാഭം, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 200 ആണ്, 50 രൂപ ടാക്സും കൂടി ബ്രിട്ടീഷുകാർക്ക് കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ലാഭം കിട്ടാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ അത് 300 രൂപക്ക് വിൽക്കും അല്ലേ. അപ്പോൾ ഈ ടാക്സ് 50 രൂപ കുറച്ചിരുന്നെങ്കിൽ നമുക്കത് ഒഴിവാക്കിയിട്ട് ഒരു 250 രൂപക്ക് നമുക്ക് കസ്റ്റമറിന് കൊടുക്കാമായിരുന്നു. പക്ഷേ ടാക്സ് ഇങ്ങനെ അവർ 50-ൽ നിന്ന് പിന്നെ 100 കൂട്ടുമ്പോൾ നമുക്ക് ഡ്രസ്സിൻ്റെ വിലയും കൂട്ടേണ്ടതായിട്ട് വരും. അപ്പോൾ ആരെങ്കിലും ഇന്ത്യൻ ക്ലോത്ത്സ് വാങ്ങിക്കോ? ഇല്ല, അതിലും ചീപ്പറായിട്ട് കൊണ്ടുവന്ന ഫോറിൻ ക്ലോത്ത്സ് വാങ്ങിക്കാൻ വേണ്ടി നോക്കി. അങ്ങനെയൊക്കെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? റിസൾട്ട് എന്തായിരുന്നു? ദ ഹാൻഡ്ലൂം ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ ഡിക്ലൈൻഡ്. ഇന്ത്യയിലെ ഹാൻഡ്ലൂം ഇൻഡസ്ട്രി, കൈത്തറിയായിട്ട് ചെയ്യുന്ന ആ ഒരു ഡ്രസ്സിൻ്റെ ആ ഒരു ഇൻഡസ്ട്രി തന്നെ നശിഞ്ഞു പോയി. തൗസൻഡ്സ് ഓഫ് ഇന്ത്യൻ വീവേഴ്സ് ബിക്കം ജോബ്ലെസ്. കുറേ നെയ്ത്തുകാർക്ക് ജോലി ഇല്ലാതെ ആയിത്തീർന്നു അല്ലേ. ഓക്കെ.